പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യ തിരഞ്ഞെടുത്ത സ്റ്റോം ഷാഡോ മിസൈൽ ശരിക്കും ഒരു വജ്രായുധം തന്നെയാണ്. സ്റ്റോം ഷാഡോ എന്നത് ഈ ആയുധത്തിൻ്റെ ബ്രിട്ടീഷ് പേരാണ്. ഫ്രാൻസിൽ ഇതിനെ സ്കാൽപ് EG എന്ന് വിളിക്കുന്നു. റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂസ് മിസൈലാണ് സ്റ്റോം ഷാഡോ. ആകാശത്തു നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിൻ്റെ ദൂരപരിധി 500 കിലോമീറ്ററോളമാണ്. UK-യും ഫ്രാൻസും സംയുക്തമായാണ് സ്റ്റോം ഷാഡോ മിസൈൽ വികസിപ്പിച്ചത്. 1300 കിലോഗ്രാമോളമാണ് ഒരു സ്റ്റോം ഷാഡോ മിസൈലിൻ്റെ ഭാരം. 450 കിലോഗ്രാം പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിൻ്റെ പരമാവധി വ്യാസം 48 സെൻറ്റിമീറ്ററാണ്. 3 മീറ്ററാണ് ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ ദൗത്യത്തിൽ സ്കാൽപ് ക്രൂയിസ് മിസൈലും ഹമ്മർ പ്രൊസഷൻ ബോംബുകളുമാണ് ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ബ്രിട്ടീഷ് എയറോസ്പേസും ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ചേർന്നാണ് സ്കാൽപ് മിസൈൽ വികസിപ്പിച്ചത്. ഫ്രഞ്ച് നിർമ്മിതമായ അപ്പാഷെ ആൻറ്റി റൺവേ ക്രൂയിസ് മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം. 1994 മുതൽ തന്നെ ഇരു കമ്പനികളും ഈ മിസൈൽ വികസിപ്പിക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചിരുന്നു. 1998 ഫ്രാൻസ് 500 സ്കാൽപ് മിസൈലുകൾ ഓർഡർ ചെയ്യുന്നത്. 2000 ഡിസംബറിൽ ഫ്രാൻസ് തന്നെയാണ് സ്കാൽപ് മിസൈലിൻ്റെ ആദ്യ വിക്ഷേപണം നടത്തുന്നത്.